ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കി അതിൻ്റെ വീഡിയോയാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അതിനകത്തിലേക്ക് ചെറിയ ചൂടുള്ള 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അത് കുഴച്ചെടുക്കുകയാണ് ഞാൻ. നല്ലവണ്ണം അത് മിക്സ് ചെയ്തു, നല്ലവണ്ണം കുഴച്ചെടുത്തു. ഇപ്പോൾ അത് നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞു. ഇനി അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുകയാണ് ഞാൻ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാക്കാം. ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് അരിയാണ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഓപ്പ് ചെയ്ത് എടുക്കണം. ഇതെല്ലാം വേഗത്തിന് ഞാനത് കട്ട് ചെയ്യുകയാണ്. സവാള തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. ഈ ഇലയും കൂടെ ചോപ്പ് ചെയ്ത് ഇടുകയാണ്. നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഞാനിത്. ഒരു പാൻ ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും സവാളയും അരിഞ്ഞതും ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. വേഗം മൂക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വേഗം മൂത്ത് കിട്ടും, ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട്. ഇപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞു. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരുന്നു, അതും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇല അരിഞ്ഞതും ഇട്ട് കൊടുത്തു. എന്നിട്ട് പൊട്ടറ്റോ മാഷർ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ വാങ്ങി വെക്കുകയാണ്. അതിരുന്നൊന്ന് ആറിക്കോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നീളത്തിൽ ഒരു ഷേപ്പിലാക്കിയിട്ട് അത് 4ആയിട്ട് കട്ട് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി. എന്നിട്ടത് 4ആയിട്ട് ഒരേപോലുള്ള 4 കഷ്ണങ്ങളാക്കി. ഇനി ഇത് ഒന്ന് ഉരുട്ടി പരത്തിയെടുക്കണം. ഇത് ഓരോ പീസും ഉരുട്ടി പരത്തി വെച്ചതിന് ശേഷം ഓരോന്നെടുത്ത് പരത്തി ഉണ്ടാക്കുകയാണ്. ഒരു ചപ്പാത്തി നന്നായിട്ട് പരത്തിയതിന് ശേഷം അത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അടുത്തതും കൂടെ നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിനകത്തിലേക്ക് ഫില്ലിങ് വെക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് പരത്തി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 2 ഒരുപോലത്തെ ചപ്പാത്തിയാണ് പരത്തിയിരിക്കുന്നത്. അതിനകത്തിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിങ് എല്ലാ ഭാഗത്തും എത്തത്തക്കവണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് മറ്റേ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുക്കും. ചെറുതായിട്ടൊന്ന് പരത്തുകയുള്ളൂ, ഒരുപാട് പരത്തത്തില്ല. എന്നിട്ട് അത് മാറ്റി വെച്ചു. അടുത്തതും കൂടെ 2 ചപ്പാത്തിക്കുള്ളതേ ഉള്ളൂ. 4 പീസല്ലേ ഉണ്ടായിരുന്നത്. നന്നായിട്ട് രണ്ടാമത്തെ ചപ്പാത്തിയും പരത്തി ഫില്ലിങ് നിരത്തുകയാണ്. രണ്ടാമത്തെ ചപ്പാത്തിയും പരത്തി. രണ്ടാമത്തെ ചപ്പാത്തിയുടെ 2ാമത്തെ പീസും പരത്തി കഴിഞ്ഞു. പരത്തിയതിന് ശേഷം ആദ്യത്തേത് മാറ്റി 2ാമത്തെ പരത്തുകയാണ്. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് തന്നെ നമ്മൾ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിങ് നിരത്തി നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം എല്ലാ പോർഷനിലും എത്തണം. അത് എല്ലാ പോർഷനിലും ആയി കഴിയുമ്പോൾ നമുക്ക് ആ ചപ്പാത്തി കൊണ്ട് മൂടി ഒന്ന് സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. തവ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. മീഡിയം തീ മാത്രമേ വെക്കാവുള്ളൂ. എന്നിട്ട് രണ്ട് പുറവും തിരിച്ചും മറിച്ചു വിട്ട് 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ഉള്ളും കൂടെ വേവേണ്ടതാണ് ചപ്പാത്തിയുടെ. രണ്ട് പുറവും മൂത്ത് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് മൂപ്പിച്ചതിന് ശേഷം നെയ്യ് പുരട്ടി കൊടുക്കുക. അതിൻ്റെ പുറത്ത് രണ്ട് പുറത്തും നെയ്യ് പുരട്ടിയതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുത്തു. രണ്ടാമത്തേതും അതുപോലെ തന്നെ മൂപ്പിച്ചെടുത്തു. അപ്പോൾ എൻ്റെ 2 ആലു പൊറോട്ടയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആലു പൊറോട്ട ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.